ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് കുറച്ച് വൈകി പോയിട്ടോ, എന്നാൽ ഒരു അടിപൊളി എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കേട്ട് നോക്കിയാലോ അല്ലേ. അങ്ങനെ നന്ദു വളരെയേറെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. കാരണം അവിടെ ചുറ്റുപാട് നോക്കിയിട്ട് അനിയൊന്നും കാണാനില്ല. അനിയെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ നമ്മുടെ നന്ദു ആ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുകയാണ്, സ്വയം കട്ട് ചെയ്ത് കഴിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ ആളെ ഇങ്ങനെ വന്ന് ചോദിക്കണം, അയ്യോ മാഡം, സാറെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലേ മാഡം? അതെ, എനിക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല. ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ. മാഡത്തിൻ്റെ ബർത്ത്ഡേ ആയിട്ട് പോലും സന്തോഷിക്കാനായിട്ട് പറ്റിയില്ലല്ലേ മാഡം എന്നൊക്കെ പറയുകയാണ്. സാരമില്ല, ഞാനിതാ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഈ നന്ദു അവിടെ നിന്ന് പോവുക. നന്ദു അപ്പോൾ സ്കൂട്ടറിൽ കയറി ഇരിക്കുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും ഒക്കെ അനിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ് ചെയ്ത്. വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ ദൈവമേ, ഇനി എന്ത് ചെയ്യും? അവനെ പറഞ്ഞ് എങ്ങനെ സമാധാനിപ്പിക്കും? എനിക്ക് വേണ്ടി ഇത്രയും കാത്തിരുന്നെന്ന് അയാൾ പറയുന്നത് കേട്ടില്ലേ? ഇപ്പോൾ ഞാൻ അനിയോട് എന്തിങ്ങനെ പറയും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ നന്ദു. ഈ സമയം തന്നെ നന്ദുവിൻ്റെ വീട് കാണിക്കുകയാണ്. അപ്പോൾ നന്ദുവിൻ്റെ അമ്മയും അച്ഛനൊക്കെ ആണെങ്കിൽ ആകെ ടെൻഷൻ. ഇത് കണ്ടോ, ഇതുവരെയായിട്ട് നന്ദു എത്തിയിട്ടില്ല. ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഇപ്പം വരാം എന്ന് പറയുന്നതല്ലാതെ നന്ദു ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടോ? എനിക്കിപ്പോൾ അതിയായ സംശയമുണ്ട് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദനും ആണെങ്കിൽ അതെ, ഇനിയിപ്പോൾ നവ്യമോള് പറഞ്ഞതുപോലെ അനിയായിട്ട് വല്ല കണക്ഷൻ ഇപ്പോഴും അവൾക്ക് ഉണ്ടാകുമോ? ഇപ്പോൾ ഈ അബി അല്ലെങ്കിലും നവ്യക്ക് ഇങ്ങനെ ഉഷിപ്പേറ്റി കൊടുക്കണേയിരിക്കുള്ളൂ. അനിയായിട്ട് കണക്ഷൻ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിക്കും. പക്ഷേ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവളോട് ചോദിക്കാനായിട്ട് പറ്റുമോ? അവളാണെങ്കിൽ ഞാൻ പോലീസ് ഓഫീസറല്ലെന്നും പറഞ്ഞുകൊണ്ട് ഉത്തരം മുട്ടിക്കില്ലേ എന്ന് അമ്മയും അച്ഛനൊക്കെ കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നന്ദു വരികയാണ്. അപ്പം നന്ദുവിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആഹാ, ഇത് എത്തിയല്ലോ നന്ദു എന്ന് പറയണേ. നന്ദു, ഇത്ര നേരം ഇത് എവിടെയായിരുന്നു? സമയം എത്രയെന്ന് വല്ല നിശ്ചയമുണ്ടോ? ഇത് എവിടെയായിരുന്നു? നീ എന്താ വല്ലയിടത്തും കറങ്ങാൻ പോയതാണോ? അമ്മ എന്തൊരു ചോദ്യം അമ്മയെ ചോദിക്കുന്നത്? ഞാൻ യൂണിഫോം പോലും മാറിയിട്ടില്ല. എന്നോടാണോ കറങ്ങാൻ പോയിരിക്കുകയാണെന്ന് ചോദിക്കുന്നത്? അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ട്. അല്ല, നിൻ്റെ ബർത്ത്ഡേക്ക് ആണല്ലോ, അപ്പോൾ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആസ്വദിച്ച് നീ കറങ്ങി നടക്കുകയാണോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ നീ അനിയെ കാണാൻ പോയതാണോ, അനിയുടെ കൂടെ നീ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയതാണോ എന്നൊക്കെ എന്താ ഞങ്ങൾക്ക് സംശയിച്ചൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, ഞാനേ ഒരു പോലീസ് ഓഫീസറാണ്. ബർത്ത്ഡേ ആയാലും ഓണം ആയാലും വിഷു ആണെങ്കിലും എനിക്ക് എൻ്റേതായ ഡ്യൂട്ടി ചെയ്യണം. മേലുദ്യോഗസ്ഥന്മാർ ഡ്യൂട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ചെയ്തേ മതിയാവുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും പറയാനായിട്ട് പറ്റില്ല അച്ഛാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോളെ, വിഷു ആണെങ്കിൽ വിഷുവിൻ്റെ സമയത്ത് നീ എങ്ങോട്ടും പോകാൻ പാടില്ല. ഇവിടെ വിഷു ഒരുക്കങ്ങളും സദ്യയും എല്ലാം കഴിഞ്ഞിട്ട് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ പോയാൽ മതി. അല്ലാതെ ഇവിടുന്ന് പോകാനായിട്ട് പാടില്ല. നയനയും ആദർശവും ഒക്കെ ഇവിടെ വരും. അപ്പോൾ അവരോടൊത്ത് ഓണസദ്യകളും ഉണ്ണണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അതിലൊന്നും നിശ്ചയിക്കാനായിട്ട് പറ്റില്ല അച്ഛാ. ഓരോ ഡ്യൂട്ടികളും വന്നുകൊണ്ടിരിക്കണല്ലേ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മോളെ. ആ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞിട്ട് വേണം മോള് വരാനെന്നും പറയാം. അപ്പോൾ നമ്മുടെ അമ്മയാണെങ്കിൽ വിഷുവിൻ്റെ അന്ന് നീ കൈനീട്ടം കൊടുക്കാൻ വേണ്ടി അല്ലെ കൈനീട്ടം മേടിക്കാൻ വേണ്ടി അവൻ ഇങ്ങോട്ട് വരുമോ, അല്ലെങ്കിൽ നീ അങ്ങോട്ട് പോകുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അവിടെ എന്താ ആദർശേട്ടനും നയനേട്ടത്തി ഉണ്ടോ, നയന ചേച്ചി ഉണ്ടോ? ഇല്ലല്ലോ. അവരെ ഇറങ്ങിപ്പോയ വീട്ടിലേക്ക് പിന്നെ ഞാൻ എന്തിനാണ് വരുന്നത്? അതിൻ്റെ കാര്യമൊന്നും എനിക്കില്ലല്ലോ. പിന്നെ അവിടെ ആരെ കാണാൻ വേണ്ടിയാ? നവ്യേച്ചിയോ? നവ്യേച്ചി എന്നോട് ഭയങ്കര ദേഷ്യമാണ്. അതേപോലെ തന്നെ എപ്പോഴും കുശുമ്പും കുന്നായ്മയോട് നടക്കുന്ന ആ അഭിയെ കാണാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഒരു ആഗ്രഹമുണ്ട്, കുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കണമെന്ന്. അത് അമ്മ തന്നെ അങ്ങോട്ട് കൊടുത്താൽ മതി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിന് സമ്മാനമായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവള് നിന്നോടുള്ള ദേഷ്യത്തിന് ആ സമ്മാനമെല്ലാം വലിച്ചെറിയും. അതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. എന്തിനാണ് നവ്യേച്ചി എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? ഞാൻ അഭിയെ പിടിച്ച് ജയിലിലാക്കിയതിനോ? അവനത് തെറ്റ് ചെയ്തുകൊണ്ടല്ലേ? പക്ഷേ നവ്യേച്ചി ശരിക്കും പറഞ്ഞാൽ സത്യങ്ങളെല്ലാം അറിയാനായിട്ട് സാധ്യത ഉണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അവനെ ജയിലിൽ കൊണ്ടേ അടച്ച് കൂമ്പിനിട്ട് 2 ഇടിയിടിക്കാൻ മാത്രമേ എന്നോട് പറയുള്ളൂ. ഇത് കിട്ടുമ്പോഴേക്കും ഇനി നീ കൂടുതലൊന്നും പറയണ്ട. ഏതായാലും നീ ഇത്രയും ലേറ്റായിട്ടാണ് വന്നത്. നാളെ നിൻ്റെ പിറന്നാളാണെന്ന് പോലും നീ ചിന്തിച്ചിട്ടില്ല. എന്നിട്ട് ഡ്യൂട്ടി എന്നും പറഞ്ഞുകൊണ്ട് നീ നടക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇനി അതിനെ പിടിച്ച് ചൊല്ലിയൊരു പ്രശ്നം വേണ്ട. അല്ല, നിന്റെ മുഖത്ത് വലിയ നിരാശയുണ്ടല്ലോ. എന്താണാവോ നിരാശ? അനിയെ വിളിക്കാത്തതിൻ്റെ നിരാശയാണോ, അല്ലെങ്കിൽ അനിയെ കാണാൻ പറ്റാത്തതിൻ്റെ നിരാശയാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എൻ്റെ പൊന്നെ, എനിക്കൊരു നിരാശയില്ല. രാവിലെ മുതൽ ഈ സമയം വരെ ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു.
അതിൻ്റെ ക്ഷീണവും തളർച്ചയ്ക്കാ. എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഞാൻ പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോവാ. നന്ദ അകത്തേക്ക് കയറിപ്പോയപ്പോഴും നന്ദു പറയാണ്, എന്നാലും എനിക്ക് അനിയെ കാണാത്തതിൽ നിരാശ തന്നെയാ. അവനെ കാണാൻ പറ്റാത്തതിൽ എനിക്ക് വളരെയേറെ സങ്കടമുണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു നേരെ റൂമിലേക്ക് കയറി. ആ കണ്ണാടിയിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴേക്കും തന്നോട് തന്നെ തൻ്റെ ഉപചായ ഇങ്ങനെ സംസാരിക്കുന്നത് പോലെയാണ് നന്ദുവിന് തോന്നിയത്. കാരണം പ്രണയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ടൈമിന് അവിടെ ഭയങ്കരമായിട്ടും വാല്യൂ ഉള്ളതാണ്. ആ ടൈമിൽ എന്തെങ്കിലും ഒരു രീതിയിൽ മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സംശയങ്ങളും പരാതികളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം തരണം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അവിടെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ നന്ദു സ്വയം ഇങ്ങനെ മനസ്സിൽ പറയുന്നത് പോലെ തന്നെ ഇങ്ങനെ കണ്ണാടി നോക്കി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നന്ദുവിൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ ഇപ്പോൾ അറിയാലോ, അവൾ അനിയനും കാണാൻ പോയിട്ടൊന്നല്ല, അവൾ ഡ്യൂട്ടിയിലായിരുന്നു. ഇനി അവളെ ആ കാര്യം പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിപ്പിക്കേണ്ടതാണ്. താൻ ഏതായാലും അവളത്ര ക്ഷീണിച്ച് വന്നാൽ ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ച് കൊടുക്കും. ശരി, തിളപ്പിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കനക അവിടെ നിന്ന് കയറി പോവുക. പിന്നീട് കാണിക്കുന്ന നമ്മുടെ നവീൻ്റെ വീടാണ്. അപ്പം നവീൻ്റെ അമ്മയും നവീനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. അത് എത്ര സമയമെന്ന് വല്ല ഇതുണ്ടോ? 1 മണിയായി. നിന്റെ കഥ എത്ര നേരമാണ് ഇവിടെ ഇരിക്കുന്നത്? ഭക്ഷണവും കഴിക്കില്ല, ഒന്നും കഴിക്കില്ല. ഇപ്പോൾ പാതിരാത്രി കയറി വന്നിട്ട് ഭക്ഷണം തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് ശരിയാവുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല, എന്താ ഇത്ര തിരക്ക് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അതെ ഇന്ന് 2 പേരെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനുണ്ടായിരുന്നു. അപ്പം അതിനു വേണ്ടി ഞാൻ പോയതാ. അവിടെ ചെന്നപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത്. നന്ദുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവിടെ പോലീസുകാരുടെ വക കേക്ക് മുറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അമ്മ, അങ്ങനെയാണെങ്കിൽ നിനക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്നല്ലോ. ഭക്ഷണം കഴിച്ചല്ലോ. അവിടെ നല്ല ഒന്നാന്തരം ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയാം. നന്ദു 3 മാസത്തെ അഴിമതിയില്ലാത്ത കേസ് എന്നും പറഞ്ഞുകൊണ്ട് നല്ല സ്വീകരണമാണ് നന്ദുവിന് കൊടുത്തത്. അപ്പോഴേക്കും അവിടെ മുത്തശ്ശൻ പറയാണ്, അല്ലെങ്കിലും നന്ദു ഒരു അടിപൊളി പോലീസ് തന്നെയാണ്. ഒരു കഴിവുള്ള പോലീസ്. അത് പിന്നെ മുത്തശ്ശ അങ്ങനെയല്ലേ സംഭവിക്കുള്ളൂ. നന്ദുവിൻ്റെ അടുത്തെ ഒരു കാര്യവും നടക്കില്ല. അത് ബന്ധുവാണെങ്കിലും ശരി, ശത്രു ആണെങ്കിലും ശരി, നിയമം വിട്ടൊരു കളി അവൾക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴേക്കും ഈ അമ്മ അവിടെ സംസാരിക്കുകയാണ്, എനിക്ക് ആ പെണ്ണിനെ തീരെ ഇഷ്ടമല്ല. അവൾക്ക് ഒരു എല്ല് കൂടുതലാണ്. ആണുങ്ങളെ പോലും വകവയ്ക്കാത്തവൾ, ഒരു ബഹുമാനം കൊടുക്കാത്തവൾ. അതുകൊണ്ട് എനിക്ക് അവളെ തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്നൊക്കെ അമ്മ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവീൻ, അമ്മേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഒരു നട്ടെല്ല് കൂടുതൽ തന്നെയാണ്, ഒരു എല്ല് കൂടുതൽ തന്നെയാണ്. കാരണം നമ്മളോട് എന്തെങ്കിലും എതിർത്ത് സംസാരിച്ചിട്ട് അങ്ങോട്ട് നല്ല മറുപടി കൊടുക്കാനുള്ള കഴിവുണ്ടാവണം. പണ്ടത്തെ പോലെ ആവരുത്. പണ്ടത്തെ പെണ്ണുങ്ങൾ എങ്ങനെയായിരുന്നു? എപ്പോഴും ചുരുണ്ടു മൂടി പെരക്കാത്തിരുന്ന് മറ്റുള്ളവർ ഇടിയും തുപ്പും ഒക്കെ കണ്ട് നടക്കുന്ന ഒരാളായിരിക്കണോ? അങ്ങനെയല്ലമ്മേ, കാലം മാറി. അതിനനുസരിച്ച് മനുഷ്യരും മാറണം എന്നും പറഞ്ഞുകൊണ്ട് നവീൻ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ നവീൻ പോയി കഴിഞ്ഞപ്പോഴേക്കും, അച്ഛാ എന്താണ് അവളുടെ അവന്തികയുടെ കാര്യം പറയണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അതിപ്പം ആയിട്ടില്ല, കുറച്ച് തണുക്കട്ടേന്നേ. അവനിപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നല്ലേ ഉള്ളൂ, പിന്നീട് പറയാം ആ കാര്യങ്ങളൊക്കെ, മനസ്സിലായല്ലോ എന്ന് അച്ഛൻ പറയാം. അങ്ങനെ പിന്നീട് അഭിയെ കാണിക്കുകയാണ്. അപ്പം അഭിയാണെങ്കിൽ മാളവിക ഡിസൈൻസ് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ജലജ വരുന്നത്. അപ്പം ജലജ ചോദിക്കണം, എന്താടാ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ ഇത് നോക്കിയേ, എപ്പോഴും നയന ഡിസൈൻസ് എന്ന് പറഞ്ഞത് ഇപ്പം കണ്ടോ, മാളവിക ഡിസൈൻസ് ജ്വല്ലറിയുടെ പുതിയ ഡിസൈനറാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. അത് ജലജയ്ക്ക് ഭയങ്കര ഇഷ്ടം തോന്നിക്കണം. കൊള്ളാലോടാ, അടിപൊളിയായിട്ടുണ്ടല്ലോടാ. ഇവരുടെയൊക്കെ അഹങ്കാരം ഒന്ന് തീരട്ടെ. എന്തൊക്കെയായിരുന്നു, നയന ഡിസൈൻസ് ആണ് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വീരവാദമൊക്കെ ആയിരുന്നില്ലേ. ഇപ്പം കണ്ടില്ലേ നയന ഡിസൈൻസിൻ്റെ ആ ഒരിത്, മാളവിക ഡിസൈൻസിൻ്റെ ഒരു ഇത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇനി നമുക്ക് കയറ്റത്തോട് കയറ്റുമായിരിക്കും. ഏതായാലും ജ്വല്ലറിയിലെ മോഡലാണല്ലോ ഈ നമ്മുടെ നവ്യ. അപ്പോൾ നവ്യ ജ്വല്ലറി മോഡലായതുകൊണ്ട് ഇപ്പോൾ മാളവിക ഡിസൈൻസ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പേര് കേട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമുക്ക് അവിടെ മുൻപന്തി തന്നെ ഉണ്ടാവും. നിനക്കിനി അവിടെ ഒരു ജോലിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണോ, വെച്ചടി കയറ്റുമായിരിക്കില്ലേ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അബിക്ക് ഭയങ്കര സന്തോഷം തോന്നിയാണ്. പക്ഷെ യാതൊരു കാരണവശാലും ആ നവ്യ ആ സത്യം തിരിച്ചറിയരുത്. അമ്മേ, പിന്നെ വല്ല DNA ടെസ്റ്റിന് വല്ലതും പോകും അവള്. നീ അങ്ങനെയൊന്നും പറയില്ലടാ. എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളണം. അവളുടെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കണം. DNA ടെസ്റ്റൊന്നും പോകാനുള്ള സാധ്യത ഇല്ലടാ.
കാരണം അല്ലെങ്കിൽ നിന്നോട് ഈ ദേവയാനി പിശാചി ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അത് ചെയ്യ് ഇത് ചെയ്യെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവൾക്ക് ഇപ്പം തോന്നിക്കാണും ആ കൊച്ചിനെ നിന്റെ തലയിൽ ഏൽപ്പിക്കാനുള്ള പരിപാടിയാണെന്ന്. അതുകൊണ്ട് DNA ടെസ്റ്റിനൊന്നും പോകില്ല, ആദർശിനെ തന്നെയാണ് അവൾക്ക് സംശയം. അങ്ങനെ പോകാതിരുന്നാൽ മതി, അങ്ങനെ പോകാതിരുന്നെങ്കിൽ സന്തോഷമാകുമായിരുന്നു എന്നൊക്കെ പറയാം. ഏതായാലും നീ ഇവിടെ നിൽക്ക്, ഞാൻ ഈ സന്തോഷ വാർത്ത അവരെ കൊണ്ടൊന്ന് കാണിച്ചിട്ട് വരട്ടെ. അഹങ്കാരികളുടെ അഹങ്കാരം അങ്ങോട്ട് തീരട്ടെ. ആ ദേവയാനിക്കാണ് കൂടുതൽ അഹങ്കാരം, അവളുടെ അഹങ്കാരം അങ്ങോട്ട് തീരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇതും ചുമന്നുകൊണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ദേവയാനിയും അതേപോലെ തന്നെ മുത്തശ്ശിയും കൂടി അവിടെ കിച്ചണിൽ ജോലിയായിരുന്നു. ആ സമയത്ത് ഈ ജലജ കയറി വന്നിട്ട്, അയ്യോ ഇന്ന് ഏട്ടത്തിയും അമ്മയും ആണോ അടുക്കളയിൽ കയറിയത്? അയ്യടി, നിനക്കൊക്കെ വെച്ച് വിളമ്പി ഉണ്ടാക്കി തരാൻ വേണ്ടിയല്ല ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത് എന്ന് മുത്തശ്ശി പറയാം. ഞങ്ങളെ അടുക്കളയിൽ കയറിയത് നാളെ നയനെ മോളെ കാണാൻ പോകുന്നുണ്ട്, അപ്പോൾ നയനയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയനയുടെ കാര്യം പറഞ്ഞപ്പോഴാണേ, നിങ്ങൾ നാളെ പോകുമ്പോഴേ നയനയ്ക്ക് ഇതും കൂടി ഒന്ന് കാണിച്ചു കൊടുത്തേര്. എന്ത്? ഏട്ടത്തി ഇങ്ങോട്ടൊന്ന് നോക്കിക്കണ്ടേ, മാളവിക കളക്ഷൻസ് ഡിസൈൻസ് എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഡിസൈനുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ദേവയാനിക്കതും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കണേ, എന്താ മാളവിക ഡിസൈൻസോ? ഒന്ന് കാണട്ടെ, ദേ ഇത് നോക്കിക്കണ്ടേ. ഇത് നമ്മുടെ നയനമോൾ ഡിസൈൻ ചെയ്തതുപോലെ തന്നെയുണ്ടല്ലോ. അല്ലെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെ തോന്നുള്ളൂ, ഇതിന് അതിനേക്കാൾ ഭംഗിയുണ്ട്. അപ്പോഴേക്കും ദേവയാനി, അമ്മേ അല്ലെങ്കിൽ ഇവൾ അങ്ങനെയല്ലേ പറയുള്ളൂ, നയന എങ്ങനെ ഡിസൈൻ ചെയ്താലും അവൾക്കത് ഇഷ്ടമില്ലാത്ത കാര്യമാണല്ലോ. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ഏട്ടത്തി, ഇതിപ്പോൾ മാളവിക ഡിസൈൻസ് അത് നല്ല അടിപൊളിയായിട്ടുണ്ട്, അതുകൊണ്ടാ. കുറച്ച് ആക്റ്റീവ് ആകാൻ പറയുന്നേ നയനയോട്. ആക്റ്റീവ് ആകാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്ന രീതിയിൽ തന്നെ ചോദിക്കാം. ഇപ്പോൾ ആദർശിന് ഇങ്ങനൊരു അമ്മിളി പറ്റി. ആ സമയത്ത് നയന ആ കമ്പനിയിലേക്ക് പോയിട്ടുണ്ടോ? പോയിട്ട് പോലും ഇല്ല. അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം അന്വേഷിക്കണ്ടേ, അതുപോലും ചെയ്യുന്നില്ല. അനിയാണെങ്കിലോ അവിടെ MD ആയിട്ട് കയറിയിരിക്കുന്നു. ഇനിയും അവനും തകർച്ചയിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാളവിക ഡിസൈൻസ് വന്നോടെ അവർ AN ജ്വല്ലറി പൊങ്ങി അങ്ങോട്ട് കയറി പോവാണ്. ഇത് കേട്ട ദേവയാനിക്ക് കാലി വരികയാണ്. നിന്റെ ആഗ്രഹം അത് തന്നെയാണല്ലോ, ഈ AN ജ്വല്ലറിയെ പുകഴ്ത്തിക്കൊണ്ട് പോയിട്ട് ഈ കുടുംബം തകരണമെന്നാണല്ലോ നിന്റെ ആഗ്രഹം. എൻ്റെ പൊന്നേട്ടത്തി, ഈ കുടുംബം തകരണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. അനി അവിടെ MD ആയിട്ട് ഇരുന്നത് കൊണ്ട് വലിയ പ്രയോജനമുണ്ടോ? എവിടെ ഡിസൈനൊക്കെ എവിടെ? ആ ഡിസൈനൊക്കെ വല്ലതും കിട്ടുന്നുണ്ടോ? ഇപ്പോൾ ഡിസൈനും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വിഷു ആകുമ്പോഴത്തേക്കും തകർച്ചയിലാക്കേ പോകുള്ളൂ. ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് ഈ ജലജ അവിടെ നിന്ന് പോവാണ്. അപ്പം ജലജ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും, അമ്മേ അവൾ പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട്. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ കമ്പനി തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല, നമ്മുടെ മൂർത്തീസ് കമ്പനി ഒരിക്കലും തകർച്ചയിലേക്ക് പോകില്ല. അനി കഴിവുള്ളവനാണെന്ന് മുത്തശ്ശൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അവൻ ഉയരങ്ങളിലേക്ക് പോകും. പിന്നെ അധികം താമസിയാതെ നമ്മുടെ കമ്പനിയിലേക്ക് ആദർശ് MD ആയിട്ട് വരിക തന്നെ ചെയ്യും എന്ന് മുത്തശ്ശി പറയുകയാണ്. ഇത് കേട്ട ദേവയാനിക്ക് ഒരുപാട് സന്തോഷം തോന്നിക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.